ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏറ്റവും എളുപ്പമുള്ള പാഠങ്ങളിലൊന്നായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം, അതിലെ ജോമെട്രിക്കൽ ചാൻസാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള പാഠമാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ജോമെട്രിക്കൽ ചാൻസ് സാധാരണ രീതിയിൽ വരാറുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അത് എല്ലാം നമുക്ക് ചെയ്യാൻ കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഏകദേശ ധാരണ നമുക്ക് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് തൽക്കാലം ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ഏറ്റവും സിമ്പിളായ രീതികളിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നോക്കാം. അതായത് ഇവിടെ ഒരു മഞ്ഞ ചതുരവും അതേപോലെ തന്നെ പച്ച ചതുരവും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? കണ്ണടച്ചൊരു കുത്തിടുകയാണെങ്കിൽ ഈ പച്ചയിൽ വരാനുള്ള സാധ്യത എത്ര എന്നാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചോദ്യം. ഓരോ കണ്ടീഷൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓരോ കണ്ടീഷൻ നോക്കുക. ഒരു സമചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച ഒരു ചതുരമാണ്. അപ്പോൾ ഇവിടെ ഒരു മഞ്ഞ ചതുരമുണ്ട്. ആ മഞ്ഞ ചതുരത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അതായത് ഈ ചതുരത്തിൻ്റെ മിഡ് പോയിൻ്റാണ്. അതായത് ഈ വശത്തിൻ്റെ മിഡ് പോയിൻ്റാണ് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. അതേപോലെ ഈ വശത്തിൻ്റെ മിഡ് പോയിൻ്റ് മധ്യബിന്ദുവാണിത്. ഈ വശത്തിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെയും ഈ വശത്തിൻ്റെ മിഡ് പോയിൻ്റ് മധ്യബിന്ദു ഇവിടെയും അത് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ചതുരം വച്ചിരിക്കുന്നു. ഒരു പച്ച നിറത്തിലുള്ള ചതുരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഓം ഹ്രീം കുട്ടിച്ചാത്ത ഒരു കുത്തിടുകയാണെങ്കിൽ അത് എന്താണ്? പച്ച ചതുരത്തിൽ ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജോമെട്രിക്കൽ ചാൻസുകൾ ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് ചോദ്യത്തിന് ഒരു സൂത്രവിദ്യയുണ്ട്. നോക്കാം. ഇതിനകത്ത് ഈ ചോദ്യത്തിൽ നോക്കാം, നിങ്ങൾക്ക് ഇതിനെ ഈക്വലായിട്ടുള്ള ഒരേപോലത്തെ രൂപങ്ങളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുമോ എന്ന് ആദ്യം നോക്കുക. ഒരേപോലത്തെ ഫിഗർ ആയിരിക്കണം. അതായത് നീളവും വീതിയും എല്ലാം ഒരേ സിമിലർ ഈക്വലായിട്ടുള്ള എന്താണ് ചിത്രങ്ങൾ ഇല്ലെങ്കിൽ ഫിഗറുകളാക്കി മാറ്റാൻ പറ്റുമോ നോക്കണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പുറത്തേലാണ് വരയ്ക്കുന്നത്. ഞാൻ ഇതിങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഈ ഡയഗണൽസ് ഇല്ലെങ്കിൽ ഈ വികരണങ്ങൾ കൂട്ടി ഞാൻ വരച്ചു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈക്വലായിട്ടുള്ള കുറച്ച് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കണ്ടോ? 1 2 3 4 5 6 7 8 ത്രികോണങ്ങൾ കിട്ടി. എല്ലാം ഈക്വൽ അല്ലേ? നിറം മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. കാണുമ്പോൾ നമുക്കറിയാം അല്ലേ? ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് കിട്ടി. ഇനി ചാൻസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ എഴുതിയാൽ മതി. ചാൻസ് ഈസ് ഈക്വൽ ടു സാധ്യത ഇല്ലെങ്കിൽ പ്രോബബിലിറ്റി, സാധ്യത സമം ഏതാ ചോദിച്ചിരിക്കുന്നത്? പച്ചയിലാകാനുള്ള സാധ്യത. കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ ആ കുത്ത് പച്ചയിലാകാനുള്ള സാധ്യതയാണ്. ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? എത്ര എണ്ണമുണ്ട്? 8 എണ്ണം അല്ലേ? നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ പച്ചയിലുള്ളത് എത്ര എണ്ണമാണ്? ഇതാ 1 2 3 4 എണ്ണം. ആ 4 എന്ത് ചെയ്യുക? മുകളിൽ എഴുതുക. ഓക്കെ, എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്താ ചെയ്യുന്നത്? അടിയിലെ ഏറ്റവും കൂടുതൽ നല്ല തുക ആകെ എത്ര എണ്ണം ഉണ്ടോ ടോട്ടൽ നമ്മൾ താഴെ എഴുതും. നമ്മളെടുത്തത് എവിടെ എഴുതും? മേളിൽ എഴുതും. പ്രോബബിലിറ്റി അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, ആകെ മുഴുവൻ എത്രയുണ്ടോ അത് നമ്മൾ താഴെ എഴുതി വയ്ക്കും അല്ലേ? വരയുടെ താഴെ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ ഛേദത്തിൽ എഴുതും. നമ്മൾ എത്ര എടുത്തോ അത് നമ്മളെവിടെ എഴുതി വയ്ക്കും? വരയുടെ മുകളിൽ എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം നമ്മൾ പിക്ക് ചെയ്തു? നമ്മളുടെ എടുത്ത എത്ര എണ്ണം? 4 എണ്ണം. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എപ്പോഴും അതിൻ്റെ ചെറിയ രൂപത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ചെറിയ രൂപത്തിൽ എഴുതാൻ ഇനി അറിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ഇവിടെ കൊണ്ട് നിർത്തിക്കോളുക. ശരിയാണ് കേട്ടോ, തെറ്റൊന്നുമല്ല ഇത്. ഇനി നമുക്കിനി ചെറുതാക്കി വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. മുകളിലുള്ള സംഖ്യ ഏതാ? 4. താഴെയുള്ള സംഖ്യ ഏതാ? 8. ഇതിനെ 4നെയും 8നെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 4 കൊണ്ട് പറ്റും അല്ലേ? 4 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം. അപ്പം നമുക്ക് വെട്ടി എഴുതാം. 4 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. സോ ദ ചാൻസ് ഈസ് ഈക്വൽ ടു 1/2. വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ? മനസ്സിലായോ? ഓക്കെ, എന്നാൽ പിന്നെ അടുത്തൊരു ചോദ്യം കൂടി നോക്കിയാലോ? അടുത്തൊരു ചോദ്യം.
അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സർക്കിളാണ്, ഒരു വൃത്തമാണ്. പിന്നെ എന്താണ്, ആ വൃത്തത്തിൽ എന്ത് വരച്ചിരിക്കുന്നു? ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നു. നേരത്തെ പോലെ ഒരേപോലത്തെ ഈക്വലായിട്ടുള്ള പിന്നെ എന്താണ് ഫിഗറുകൾ രൂപങ്ങളാക്കി മാറ്റാൻ ഇത് പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ, കാരണം അതിനകത്ത് സർക്കിളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ഇതിനകത്തുനിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ രണ്ട് ചിത്രങ്ങൾക്കും കൂടി കോമൺ ആയിട്ട് പൊതുവായിട്ട് ഏതെങ്കിലും ഒരു വശമുണ്ടോ എന്ന് നോക്കണം. എങ്ങനെ? രണ്ട് ചിത്രത്തിനും ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? സ്ക്വയർ ഉണ്ട്, സർക്കിളുണ്ട് അല്ലേ, സമചതുരവും വൃത്തവുമുണ്ട്. രണ്ടിനും പൊതുവായിട്ട് ഏതെങ്കിലും ഒരു അളവുണ്ടോ? ഏതെങ്കിലും ഒരു അളവുണ്ടോ? നോക്കിക്കേ, നിലവിൽ നോക്കുമ്പോഴൊന്നും കാണുന്നില്ല അല്ലേ. പക്ഷേ ഞാൻ ഇതിനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ, അതായത് ഞാനൊരു ഡയഗണൽ വികരണം വരച്ച് കഴിഞ്ഞാൽ ചതുരത്തിനും സമചതുരത്തിനും വൃത്തത്തിനും പൊതുവായിട്ടൊരു വശം കിട്ടും. വശമല്ല, പൊതുവായിട്ടൊരു സംതിങ് കിട്ടും. എന്താണ് ആ സംതിങ്? അതായത് നമ്മുടെ സമചതുരത്തിൻ്റെ വികരണവും ഡയഗണലും നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്ററും ഒന്നായി. കണ്ടോ? ഒരേ സാധനം തന്നെ രണ്ടിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടി. അതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡയമീറ്ററും ഡയഗണലും എന്താണ്? ഒന്നാണെന്ന് കിട്ടി. ഇനി എളുപ്പമാണ്. ഏറ്റവും വലുതിൻ്റെ ഇക്വേഷൻ, ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ താഴെ എഴുതുക. ഏറ്റവും ചെറുതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മുകളിൽ എഴുതുക. ഓക്കെ, അതിൽ നിന്ന് ചെറുതാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കി എഴുതാം. ഇല്ലെങ്കിൽ അത് തന്നെയാണ് ആൻസർ. മനസ്സിലായില്ല? നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഇപ്പോൾ ഞാൻ എഴുതുന്ന ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് കേട്ടോ. ഏരിയ ഓഫ് സ്ക്വയർ, അതായത് ചതുരത്തിൻ്റെ പരപ്പളവ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കേട്ടോ. ഏരിയ പരപ്പളവാണ്. അതായത് സമചതുരത്തിൻ്റെ എന്താണ്? പരപ്പളവ്. സമചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ? എന്താ ഇക്വേഷൻ? എ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ അല്ലെങ്കിൽ വശം ഇൻറ്റു വശം. ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 9 പഠിച്ച ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം 1 യൂണിറ്റുള്ള അല്ലെങ്കിൽ 1 യൂണിറ്റായിട്ട് വരുന്ന സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം, ഡയഗണലിൻ്റെ നീളം എത്രയായിരിക്കും? √2 ആയിരിക്കും. മീൻസ് ഇത് നോക്കാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. ഞാൻ മേളിലൂടെ വരച്ചോട്ടെ. ഇതൊരു ചതുരമാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വശങ്ങളൊക്കെ 1 യൂണിറ്റാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ നോക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയഗണലിൻ്റെ നീളം എത്രയായിരിക്കും? √2 ആയിരിക്കും. ഓക്കെ, 9 പഠിച്ച ഒരു കാര്യം ന്യൂ നമ്പേഴ്സിൽ. ഇനി അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വശങ്ങൾ 2 ആയിരുന്നെങ്കിലോ? ഇതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോടെന്യൂസ്. ഒക്കെ ത്രികോണമായിട്ടെടുത്താൽ അതിൻ്റെ ഹൈപ്പോടെന്യൂസ്, ചതുരത്തിൻ്റെ ഡയഗണൽ എത്രയായിരിക്കും? വികരണത്തിലായിരിക്കും 2√2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ ഇതെത്രയായിരിക്കും? 2√2 ആയിരിക്കും. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എ സ്ക്വയർ അല്ലെങ്കിൽ വശം സ്ക്വയർ. ഓക്കെ, വശം സ്ക്വയർ. ഇതിൻ്റെ വശം എത്രയായിരുന്നു? 2 അല്ലേ. 2 സ്ക്വയർ സമം എത്ര നമുക്ക് കിട്ടി? 4 എന്ന് കിട്ടി. ചെറുതാണ് അല്ലേ. ഏരിയ ഓഫ് സ്ക്വയർ, ചെറിയ ആ രൂപത്തിൻ്റെ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി വലുതാരാ? നമ്മുടെ സർക്കിളാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സർക്കിൾ, വൃത്തത്തിൻ്റെ പരപ്പളവ്. വൃത്തത്തിൻ്റെ എന്താണ് ഇക്വേഷൻ? വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr സ്ക്വയർ അല്ലേ. πr സ്ക്വയർ. വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? πr സ്ക്വയർ. അപ്പോൾ ഇല്ലെങ്കിൽ πd/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പഠിച്ചിട്ട് ഇനിയിപ്പോൾ അതും കൂടി പഠിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. അപ്പോൾ πr സ്ക്വയർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ r അറിയണം, റേഡിയസ് അറിയണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്ററിൻ്റെ പകുതിയാണ്. ഇവിടെ നമുക്ക് ഡയമീറ്റർ ഞാൻ ഈ സൈഡിൽ എഴുതുകയാണ്, നിങ്ങൾ താഴെ എഴുതി പോയാൽ മതി. ഡയമീറ്റർ എത്രയാണ്? 2√2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലേ, വ്യാസം 2√2. അത് ഇവിടെ നിന്ന് കിട്ടി, നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോടെ, ഇത് കണ്ടോ, നമ്മളിവിടെ വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ, ഇവിടെ നമുക്ക് കിട്ടി. ഇനി
റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമീറ്ററിൻ്റെ പകുതിയാണ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡയമീറ്ററിൻ്റെ പകുതിയാണ്, വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പോൾ വ്യാസം എന്ന് പറയുന്നത് 2√2 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 2√2/2, 2√2/2. മേലും താഴെ 2 ഉണ്ട്, ഒന്നും നോക്കേണ്ട, അറഞ്ചം പുറഞ്ഞ് നമുക്ക് വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, മേലും താഴെ ഒരേപോലെ വന്നുകൊണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? √2 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ എഴുതി ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. നോർമൽ കേസിൽ 2√2 ആണ്, അതിൻ്റെ പകുതി വരും 1√2 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സാർ അങ്ങനെ എഴുതിയത് കേട്ടോ. നമ്മൾ പിന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്രയും സ്റ്റെപ്പൊന്നും അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇനി πr² നേരെ പോകാം. π ഇൻറ്റു റേഡിയസ് എത്രയാണ്? √2 ആണ്. √2² എന്ത് കിട്ടി? √2². ഒരു സംഖ്യ നമുക്ക് √2നെ സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടും? √2ൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റൂട്ട് പോകും. റൂട്ട് പോയിട്ട് എന്ത് കിട്ടും? 2 എന്ന് മാത്രം കിട്ടും. അതായത് π ഇൻറ്റു 2 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് ഞാൻ ഈ സൈഡിൽ ഇവിടെ വെറുതെ ഒന്ന് എഴുതട്ടെ, ഇവിടെ മേളിൽ കൊണ്ട് എഴുതാം കേട്ടോ. ഒരു വട്ടം വരച്ചതിൻ്റെ ഉള്ളിൽ എഴുതാവേ. അതായത് √x നമ്മൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? x എന്നാണ് കിട്ടുക. മനസ്സിലായോ? ഇനി √5 നമ്മൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് റൂട്ടുള്ള സംഖ്യേനെ സ്ക്വയർ ചെയ്താൽ ആ റൂട്ട് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ √2നെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. π ഇൻറ്റു 2ന് പകരം നമുക്ക് എന്ത് എഴുതാം? 2π എന്ന് എഴുതാം. എന്തെഴുതാം? 2π എന്ന് എഴുതാം. ഇനി നമുക്ക് ചാൻസ് അല്ലെങ്കിൽ സാധ്യതാ സമം. സാധ്യത വളരെ എളുപ്പമാണ്. ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ വലിയ ചിത്രത്തിൻ്റെ പരപ്പളവ് ഏരിയ താഴെ എഴുതണം. വലുതിൻ്റെ പരപ്പളവ് ഏരിയ എത്രയാണ്? 2π. ഓക്കെ, ചെറുതിൻ്റെ മുകളിൽ എഴുതണം. ചെറുത് നമ്മൾ കൺസിഡർ ചെയ്ത സാധനത്തിൻ്റെ ചെറുത്, അതിൻ്റെ ഏരിയ എത്രയാണ്? ഇതിവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലേ? 4 ആണോ? അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്? അല്ലേ? യെസ്, അങ്ങനെ അല്ലേ? ശരിയല്ലേ? യെസ്, 2 ഇൻറ്റു യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് പരിപാടി നമുക്ക് നിർത്താം. നമുക്ക് നോക്കാം. നമുക്ക് 2ഉം ഈ 4നെ വെട്ടിക്കളയാം അല്ലേ? 4ൽ 4ൽ 2 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അങ്ങനെയെങ്കിൽ ഇനി വെട്ടാനൊന്നുമില്ലല്ലോ. സോ ദാറ്റ് ആൻസർ ഈസ് ഈക്വൽ ടു 2/π. എത്രയാണ് ഉത്തരം? എത്രയാണ്? 2/π. ദാറ്റ് ഈസ് എ ചാൻസ്. അത്രയും മതി. അതിൽ കൂടുതലൊന്നും എന്ത് വേണ്ട, ഡെക്കറേഷനൊന്നും ഇനി നമ്മൾ നടത്തണ്ട. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യങ്ങൾ, വേറെയും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.